So guys, സാബുമോൻ വേഴ്സസ് നീലക്കുയിൽ എന്ന് പറയേണ്ട കാര്യമില്ല. സാബുമോൻ വേഴ്സസ് പാപ്പരാസീസ് ഓൺലൈൻ മീഡിയാസ്. സാബുമോൻ എപ്പോഴും പറയാറുണ്ട് ദ സോ കോൾഡ് ഓൺലൈൻ മീഡിയാസ്. ഓക്കെ, അവരെങ്ങനെയാണല്ലോ വിളിക്കാറ് നീലക്കുയിൽ പോലത്തെ ചാനലുകളെ. പക്ഷെ അത് സ്പെസിഫിക്കലി നീലക്കുയിലല്ല കേട്ടോ. എപ്പോഴും ആ പേര് പറയാൻ കിട്ടുമ്പോൾ നീലക്കുയിൽ എന്ന് പറഞ്ഞ ഒരു ടിപ്പിക്കൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, കൂട്ടത്തിൽ ഒരു വെറൈറ്റി നെയിം ആയതുകൊണ്ട് എല്ലാവർക്കും അത് വായിൽ വരികയാണ്. പൊതുവെ എല്ലാ ഇവരെയും മൊത്തത്തില് വിളിക്കുന്ന പേരാണ് നീലക്കുയിൽ. അതുകൊണ്ട് തന്നെ നീലക്കുയിൽ പേജ് 1 മില്യൺ ഓടിച്ചു. അപ്പൊ കാർത്തിക് സൂര്യയുടെ റിസപ്ഷൻ ഫംഗ്ഷന് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. പോയിരുന്നെങ്കിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അല്ല, ബർത്ത്ഡേ ദിവസം വേറെ എവിടെ ഇല്ല. അതെ. അപ്പൊ സാബുമോൻ ഇട്ട വീഡിയോ ആണ് കേട്ടോ. അതിന്റെ ഇതൊന്ന് വായിക്കൂ സ്നേഹ. കയ്യിലുള്ള ഫോണുമായി എവിടെയും കയറും, എന്തും ചോദിക്കും, പറഞ്ഞതും പറയാത്തതും എല്ലാം ചേർത്ത് കൊടുക്കും. മനുഷ്യരുടെ ഓരോ ചലനങ്ങളും അവയവങ്ങളും ക്യാമറയിൽ പകർത്തി കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കും. അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന പാരലൽ വേൾഡിലെ മാധ്യമ സിംഗങ്ങൾ. ഫോൺ ഒരെണ്ണം അവരുടെ നേർക്ക് തിരിഞ്ഞപ്പോൾ മുഖം പൊത്തിയും മറച്ചും മുഖം മൂടി അണിഞ്ഞും ഇരുട്ടുവാക്കിലേക്ക് ഓടിത്തള്ളുന്നു. അത് കാരണം എനിക്ക് വരാൻ പോകുന്ന ആക്രമണങ്ങൾക്ക് പുല്ലുവില കൊടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. കോപ്പി ലെഫ്റ്റ് മെറ്റീരിയൽ എനിവൺ ക്യാൻ യൂസ്. ഓക്കെ, ഇതാണ് സാബുമോൻ ഇട്ട പോസ്റ്റ്. ഓക്കെ, ഇനി ഇതിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ? കണ്ടെടുത്തിരിച്ചു വരാം. ഇതാണ് നീലക്കുയിൽ. നീയാ നീലക്കുയില്? അത് നീ എന്തിനാ വിളിക്കുന്നേ? ഇവന്മാരെ ഇപ്പോഴേ കാണാൻ കിട്ടുള്ളൂ. എന്റെ മുഖം എടുത്തിട്ടേ പോകുള്ളൂ. അത് ശരി, നന്നായിട്ടുണ്ട്. അതെ, അത് ഒന്നുമില്ല, വേറെ ഒന്നുമല്ല. നിങ്ങളെയൊക്കെ ഇപ്പോഴേ ഒരുമിച്ച് കിട്ടുമല്ലോ. മുഖംമൂടിയുണ്ട്. ഇതാണ് റിസപ്ഷൻ. ഇതല്ലേ കല്യാണം. ഇവിടെ ഒരാൾ ഓടി. എങ്ങനുണ്ട് കല്യാണം? എങ്ങനുണ്ട് റിസപ്ഷൻ? എങ്ങനെയുണ്ട്? അത് നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങളല്ലേ സെലിബ്രിറ്റി? അല്ലല്ലേ, നിങ്ങളെ ഞാൻ പറയുന്ന പാപ്പരാസീസ് ആണ്. അപ്പൊ നിങ്ങൾ പാപ്പരാസീസ് ഓൾസോ സെലിബ്രിറ്റീസ്. നീയുണ്ട്. അല്ല, നീ നീലക്കോയിലാണ്. നീയാണോ നീലക്കോയില്? എടാ, ബ്ലൂ ഫിലിം എന്ന് കേട്ടിട്ടുണ്ട്. നീലക്കോയില് ഞാൻ ആദ്യം കേൾക്കുന്നതാണ്. നീ എന്തിനാടാ ഇതിന്റെ ഇടയിൽ? ഞാൻ പാപ്പരസികളെ പിന്നെ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ നീ എന്തിനു ഇല്ല, ഞാൻ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോ കാണാറുണ്ട്. കാരണം നീ പെമ്പിള്ളേരുടെ വേറെ ആംഗിളിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതാണ് ലോ ആംഗിളിന്റെ കേട്ടില്ലോ. എന്റെ ലോ ആംഗിൾ ഇല്ലല്ലോടാ, എന്റെ ലോ ആംഗിളാ. എല്ലാരും കിട്ടിയെന്ന് കേട്ടെ. ഇത് നീലക്കുയിലല്ലേ? ഇത് കള്ളക്കുയിൽ. കള്ള സാധനം വിളിക്കുന്നത് ഏതോ കേസിലെ പ്രതിയാണ് കേട്ടോ ഇത്. കാര്യം എന്തെന്നറിയാം, മുഖം വെളി വന്നു കഴിഞ്ഞാൽ അപ്പൊ അകത്താണ്. എന്നോടാ ബാലാന്നല്ലേ ഈ പുള്ളിക്ക് വരാൻ മടിയാണ്. ഇല്ലേ, എല്ലാവർക്കും ഒരു ഇതുണ്ട്. എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ക്യാമറ ഫേസ് ചെയ്യണം. ഇതാണ് മൊത്തം ഉണ്ടായ ആ ഒരു സംഗതി. ഇനി ഇത് അവർ ഷൂട്ട് ചെയ്തതിന്റെ വീഡിയോസും അവരിട്ടിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഞാനിവിടെ സൈഡിൽ ജസ്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ആദ്യം നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ അഭിപ്രായം, ഞാൻ സാബുമോൻ ഇതിന് മുമ്പ് ഒരു വിഷയത്തിൽ പാപ്പരാസീസ് എന്ന് പറഞ്ഞപ്പോഴും 6 കിട്ടിയാൽ പൊട്ടിക്കും എന്ന് പറഞ്ഞ സമയത്തും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇനി അത് എലാബറേറ്റ് ചെയ്യാനുള്ളൂ. സ്നേഹ, വാട്ട്സ് യുവർ അഭിപ്രായം? ഇങ്ങനെ എടുത്തതിനെ കുറിച്ചാണോ? എന്താണ് സാബുമോൻ പറഞ്ഞതിനും ചെയ്തതിനും കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഞാൻ എന്റെ അഭിപ്രായം, ഈ മുഖം മറിച്ച് പോണത് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് അവരവരുടെ വീട്ടിലോ നാട്ടിലോ അങ്ങനെ ചിലപ്പോ സിനിമയിലാണ് കൊച്ചിയിലെന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ജോലിയാണെന്ന് അറിയില്ല. അവരുടെ മറ്റേ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്. അപ്പൊ അവർക്ക് വിഷ്വൽസ് എടുത്ത് കൊടുത്താലേ അവർക്ക് സാലറി കിട്ടുള്ളൂ. അപ്പൊ ഇത് നാട്ടില് ഇനി എന്റെ തോട്ടാണ്, മേ ബി നാട്ടിലോ വീട്ടിലോ ചിലപ്പോ അറിയണ്ടാവില്ല ഇവരുടെ ജോലി ഇതാണ് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം കൊണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും പറയാതിരിക്കാവും. അതാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തിരിച്ച് ക്യാമറ പിടിക്കുമ്പോൾ
അവരുടെ മുഖം മറിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. ജിത്തുബായ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാബുമോൻ ഇവരെ വീഡിയോ എടുത്തതിനെ കുറിച്ച് പറയാനുള്ളത്, അത് സാബുമോൻ എടുത്തതിൽ എനിക്ക് എതിരഭിപ്രായമുണ്ട്. അത് വേറെ ആരെങ്കിലും ഒരാൾ അവർക്ക് നേരെ ക്യാമറ തിരിക്കുന്നതുകൊണ്ട് എനിക്ക് അഭിപ്രായക്കുറവൊന്നുമില്ല. കാരണം പല ആംഗിളിൽ നിന്ന്, ഇതിൽ ഒരു നീലക്കുയിൽ എന്നുള്ള പ്രത്യേകം പേര് മാത്രമല്ല പറയുന്നത്, പല ആളുകളും പല ആംഗിളിൽ നിന്ന് എടുത്തിട്ട് അത് അവർ സമ്മതിച്ചിട്ടോ സമ്മതിക്കാതെ എങ്ങനെയോ പല ആംഗിളിൽ നിന്ന് എടുത്തിട്ട് ഒരുപാട് വീഡിയോസ് പുറത്ത് വിടുന്നുണ്ട്. അത് ഇപ്പോൾ ഒരാൾ കാറ് കയറി കഴിഞ്ഞാൽ കാറിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുക അതൊക്കെ ചെയ്തിടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നേരെ തിരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അവർ മുഖം കുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ചെയ്യുന്ന ജോലി ഇപ്പോൾ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുന്നത് പഴയ പോലെ അതിങ്ങനെ ക്യാമറ പിടിച്ച് നടക്കുന്ന ആൾക്കാർ എന്നുള്ള പോലത്തെ ആളുകളല്ല. അവർക്കും അവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള, പിന്നെ ആ ചാനലുകളും നീലക്കുയിലടക്കമുള്ള ആളുകൾ അത്രയും പ്രശസ്തമല്ല. നീലക്കുയിൽ എന്നൊന്നും പറഞ്ഞ് ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാത്തതില്ല. അവർക്ക് അങ്ങനെ മുഖം പൊത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് വീണ്ടും പറയാനുള്ളത്, സാബുമോൻ അത് ചെയ്തുകൊണ്ട് എനിക്ക് സാബുമോൻ ചെയ്തതിന് വലിയ അഭിപ്രായമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവും നമുക്ക്. എന്നാൽ പോലും വേറൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ചെയ്തതിൽ എനിക്ക് വലിയ പ്രത്യേകിച്ച് അവനൊരു പ്രശ്നം തോന്നിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വിഷയം പറഞ്ഞുതരാം. ഞാൻ ഇതിനു മുമ്പ് ഈ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൂ ഈസ് സാബുമോൻ? തരികിട സാബു, അതാണ് ഇയാളുടെ ഐഡന്റിറ്റി ഫോർ മലയാളീസ്. ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് വിന്നർ സാബുമോൻ. ബട്ട് സ്റ്റിൽ 90 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു 2000 തുടക്കത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് തരികിട സാബുവാണ് സാബുമോൻ എന്നുള്ളത്. അന്നിപ്പോ ഇന്ന് സാബുമോൻ കാണിച്ച പോലെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, തരികിട നടന്നു തരികിട പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സാബുമോൻ ആ ഒരു ഇമേജ് മാറ്റിയെടുക്കാനും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എക്സിസ്റ്റൻസിന്റെ തുടക്കം വരുന്നത്, സർവൈവലിന്റെ തുടക്കം വരുന്നത് തന്നെ നാട്ടുകാരുടെ സ്വകാര്യത ഈ പറഞ്ഞ ഒളിക്യാമറ വെച്ച് പബ്ലിക്കിൽ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, ഈ കാണുന്ന ചാനലുകാർ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള, സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് വരുന്ന സ്ഥലങ്ങളിലാണ് ഇവർ മൊബൈൽ ക്യാമറ വെച്ച് നിൽക്കുന്നത്. ആൻഡ് ദിസ് സെലിബ്രിറ്റീസ് ആർ ഹൈലി ക്ലോസ് ടു ക്യാമറാസ്. ദേ ആർ നോട്ട് സെൻസിറ്റീവ് ടു ക്യാമറാസ്. ഇപ്പൊ എനിക്കൊരു ക്യാമറ എന്റെ നേരെ പബ്ലിക് ഫിഗർ ആണ്, എനിക്ക് എന്റെ നേരെ ഒരു 10 ക്യാമറ തിരിഞ്ഞാലും എനിക്ക് വിഷയമല്ല. കാരണം ഞാൻ ഡെയിലി ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്നതാണ്. ക്യാമറ കണ്ടിരിക്കും ശീലമുണ്ട്. സോ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇവർ പോയി ക്യാമറ വെക്കുമ്പോൾ അത് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ കയറി പോകുമ്പോഴോ ടോയ്ലറ്റിൽ കയറി പോകുമ്പോൾ സ്വകാര്യ ദൃശ്യങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളല്ല അവരെടുക്കുന്നത്. സിനിമ പ്രൊമോഷൻസ്, ഇനാഗുറേഷൻസ് അല്ലേ, പൂജ, ലോഞ്ച്, വെഡിങ്, റിസപ്ഷൻ, ഇങ്ങനത്തെ മാസ് ക്രൗഡ് കൂടുന്ന സ്ഥലങ്ങളിലെ വിഷ്വൽസ് ആണ് എടുക്കുന്നത്. പക്ഷെ ആ വിഷ്വൽസ് എടുക്കാന്ന് പറയുമ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ, അല്ല അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, എലാബറേറ്റ് ചെയ്തുതരാം. ഈ വിഷ്വൽസ് ആണ് എടുക്കുന്നത്. ബട്ട് സാബുമോൻ എന്താ ചെയ്തിരുന്നത്? സ്കൂളിൽ പോണ ഒരു കുട്ടി, ജോലിക്ക് പോണ ഒരു ചേട്ടൻ, ഭാര്യ ഭർത്താവിന് കൊടുത്ത പണി. അതായത് ഒരു നോർമൽ ഹ്യൂമൻ ബീങ്, ഒരു സാധാരണക്കാരൻ ക്യാമറയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ, ക്യാമറ കണ്ടാൽ എന്ത് ചെയ്യുന്നോ അറിയാത്ത ഒരാളെ അയാളുടെ ഇമോഷൻസ് ചിലപ്പോൾ അയാളെ പ്രാങ്ക് ചെയ്ത് പേടിപ്പിക്കും, ചിലപ്പോൾ അയാളെ കരയിക്കും. മനസ്സിലായോ? ഇത് അതിലുള്ള വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ സ്നേഹേനെ പ്രാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സായി സമ്മതിച്ച് ഇന്ന പോലെ അത് ഇന്ന പോലെ തന്നെ നമ്മളാണ് ഇട്ട് കൊടുക്കുന്ന സാധനം, എന്നിട്ടാണ് ആ പ്രാങ്ക് വരുന്നത്. ഫാമിലി മൊത്തത്തിൽ അറിഞ്ഞിട്ടാണ്. ഞാൻ പറയട്ടെ, വാട്ട് എവർ, അതാണോ കോണ്ടന്റ്? കോണ്ടന്റ് അതാണോ? കണ്ടന്റ് അതാണ്. എന്നാ ഇത് ഒരു സിനിമേന്റെ PR ആണ്. ആരാ വിളിക്കുന്നത്? ഒരു സിനിമേന്റെ PR ആണ് ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. കാർത്തിക് സൂര്യന്റെ ഇതിനാരാ ഇവരെ ഇൻവൈറ്റ് ചെയ്തേ? കാർത്തിക് സൂര്യന്റെ ഫ്രണ്ട് അടക്കം പറഞ്ഞ് കാർത്തിക് സൂര്യ അറിഞ്ഞിട്ടാണ് ഇവര് ഉള്ളിൽ കയറണ്ട, പുറത്ത് വന്ന ആൾക്കാരെ എടുത്തോന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് അവര് വന്നത് അല്ലേ? കറന്റ് സിറ്റുവേഷൻ കൊണ്ട് ആയിരിക്കണം എന്നില്ല ഇയാൾ ഇവർക്ക് നേരെ ക്യാമറ. ഇത് എന്താ സിറ്റുവേഷൻ? നടന്നതിന്റെ ഒരു മുൻകാലം ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയോ? ഇതില് കുറെ ചാനൽസ്, ഇപ്പൊ ഈ നീലക്കുയിലടക്കം കുറെ ചാനലുകൾക്ക് എന്തുണ്ട്, ഇവിടെ ഞാൻ ഇട്ടുതരാം. ഇതൊരു പോസ്റ്റ്, പ്രതീഷ് ഇല്ലേ, PRO, ഫിലിം PRO പ്രതീഷ് ഉണ്ട്. പ്രതീഷ് ശങ്കർ ഇട്ട ഒരു പോസ്റ്റാണ്, ഇതൊന്ന് വായിക്കേ. പ്രതീഷ് ശേഖർ, സിനിമാ പ്രൊമോഷൻ പരിപാടികളിൽ അംഗീകൃത മാധ്യമ സുഹൃത്തുക്കൾ കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. നാളിതുവരെ എന്റെ പരിപാടികൾക്ക് അല്പവസ്ത്രധാരികൾ എന്നുള്ള നിലയിലോ ഇവരെ പോലെ വേറെ ഏതെങ്കിലും ഓൺലൈൻ ചാനലുകൾക്കെതിരെ ഒരു ആർട്ടിസ്റ്റും എന്നോട് കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതേ ഓൺലൈൻ മാധ്യമങ്ങൾ വരുമ്പോൾ അവർക്ക് മുന്നിൽ കെട്ടിച്ചമയ്ക്കപ്പെട്ട രീതിയിൽ ഇറങ്ങാൻ എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. സിനിമയെ സപ്പോർട്ട് ചെയ്ത നിലയിൽ ഈ അടുത്ത കാലത്ത് പോലും വില കൂടിയ സമ്മാനങ്ങൾ നേടിയവരാണ് ഇതിൽ പലരും, ഇൻക്ലൂഡിംഗ് നീലക്കുയിൽ. ഇവരൊക്കെ പരിപാടിക്ക് വരുന്ന പുതുമുഖ താരങ്ങളെ പോലും പ്രൊമോട്ട് ചെയ്യുന്നു. അത് ഒളി ക്യാമറ വെച്ചിട്ടല്ല, ക്യാമറ മൊബൈൽ ആണെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായി പറയാം, അരുത് ഞാൻ ഇതിനെതിരെ കംപ്ലയിന്റ് കൊടുക്കുമെന്ന്. ആവശ്യത്തിന് വിളിക്കുകയും ആരെങ്കിലും തള്ളി പറയുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണ പറഞ്ഞ ചില കൂട്ടർ തിരിച്ചറിയുക. ഇവർ വെച്ചത് ഒളി ക്യാമറയല്ല. ആസ് എ ആർട്ടിസ്റ്റ്, if you don't like these people, say no to them or the publicist they want.
പരസ്യത്തിനായി അവരെ ഉപയോഗപ്പെടുത്തി തള്ളി പറയാൻ ഞാനില്ല. പല സിനിമാ പരിപാടി നല്ല രീതിയിൽ ചെയ്തവരാണ് പലരും. തെറ്റിതിരുത്തി സിനിമയും കലാകാരന്മാരെ സ്നേഹിക്കുന്നവരും പലരും. എല്ലാവരോടും സ്നേഹം. ഇവർക്കൊക്കെ മുഖമുണ്ട്. ആ മുഖം കാണിച്ചു തന്നെയാണ് ഇവർ പുറത്തിറങ്ങുന്നത്. സമൂഹത്തിന് മുന്നിൽ ഇവരുടെ മീഡിയകളിലൂടെ സിനിമ അറിയുന്നവരുമുണ്ട്. എല്ലാവരും മനുഷ്യരാണ്, കലാസ്നേഹികളുമാണ്. ഓക്കെ, ഇത് കറക്റ്റാണ്. ഇത് ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞ ഇതിനകത്തേ സാബുമോന് പറ്റിയ മിസ്റ്റേക്ക് എന്താ പറയുക? ഒന്ന്, സാബുമോൻ ഇത് ചെയ്യുമ്പോൾ സാബുമോന്റെ ക്രെഡിബിലിറ്റി സാബുമോൻ ചിന്തിക്കണം, നമ്പർ 1. രണ്ടാമത്തെ കാര്യം, നീലക്കുയിലോ സെലീസ് പോട്ടോ ഇന്ത്യൻ സിനിമാ ഗാലറി അങ്ങനെയുള്ളവരല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണെന്നറിയോ? എല്ലാ കൂട്ടരുടെ ഇടയിലും എന്തുണ്ട്? തെമ്മാടികളുണ്ട്, ചതിയന്മാരുണ്ട്. ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന 2 ക്യാമറ, 2 പേര്, അതേ അൺഐഡന്റിഫൈഡ്, അത് ഇവരുടെ തെറ്റാണ്. അത് ഞാൻ ഈ കൂട്ടരുടെ തെറ്റാന്നേ പറയുള്ളൂ. അതായത് ഈ മൊബൈലിൽ ഇങ്ങനെ എടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരുടെ പ്രൊഫഷന് തുരപ്പം വെക്കാൻ നടക്കുന്ന ഈ സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള സെലിബ്രിറ്റീസ് വരുമ്പോൾ അവരുടെ ഓക്വേർഡ് ആയിട്ടുള്ള പൊസിഷൻസും അവരുടെ ഡ്രസ്സിന്റെ സാധനങ്ങളും എടുക്കാൻ നടക്കുന്ന ചതിയന്മാർ ഇവരുടെ കൂട്ടത്തിലുണ്ട്. അത് ഇവരെന്ത് ചെയ്യുന്നുണ്ട് അറിയോ? മുഖവും ഇല്ല, ഐഡന്റിറ്റി ഇല്ലാത്ത പേജുകളിൽ കൊണ്ടുപോയി FBയിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ട് പാരലലി ഒരു പേജ് കൊടുക്കും. ഞാൻ ആ സാധനം കണ്ടിട്ട് എനിക്കറിയാവുന്ന എല്ലാവർക്കും ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആർട്ടിസ്റ്റുകളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിൽ കേസിട്. ആറാട്ടനെതിരെ കേസ് കൊടുത്ത ആർട്ടിസ്റ്റുകളില്ലേ ഇവിടെ സിനിമയില്? സ്ത്രീകളില്ലേ? അലൻ ജോസ് പെരേരയ്ക്കെതിരെ കേസ് കൊടുക്കുന്നില്ലേ? ഇല്ലേ? എന്തുകൊണ്ട് ഒരു ഓക്വേർഡ് പൊസിഷൻ, ഒരു സ്ത്രീയുടെ ക്ലീവേജ്, ഒരു സ്ത്രീയുടെ നേവൽ, ഈ സാധനങ്ങൾ അവരുടെ ഡ്രസ്സ്, ഒരു ഡ്രസ്സ് ഉണ്ടാക്കുമ്പോൾ ആ ഡ്രസ്സിനകത്ത് അതിൻ്റെ ഭംഗിയുണ്ട്, മനസ്സിലായോ? ആ ഡ്രസ്സ് ക്യാരി ചെയ്ത് അവർക്ക് കോൺഫിഡൻസിൽ പോകണം, ക്യാമറ വേണ്ട, അല്ലെങ്കിൽ ഓക്വേർഡ് പൊസിഷൻ അവരുടെ ഏതെങ്കിലും ഒരു ചാനൽ കണ്ടു സൈബർ സെല്ലിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കാൻ എന്താ അത്ര വലിയ പാട്? കേരളത്തിൽ എത്ര ചാനൽസ് ഉണ്ടാവും ഇതുപോലെ? 100, 150 അല്ലേ? ലക്ഷക്കണക്കിനില്ലല്ലോ, 150 അല്ലേ ഉള്ളൂ. 150, 200 ചാനൽസ് അല്ലേ? ഇതിനകത്തുനിന്ന് സൈബർ സെല്ലിന് കേസ് കൊടുത്താൽ ഏതെങ്കിലും ഒരു നടി കേസ് കൊടുത്തിട്ടുണ്ടോ? ഇതിന്റെ ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു നടി കേസ് കൊടുത്തിട്ടുണ്ടോ? അല്ല, ആ ഭാഗം പറയുമ്പോഴാണ് ഈ ഒരു ചാനൽസിനോടൊരു സപ്പോർട്ട് വരുന്നത്. അതായത് എന്താ വെച്ചാൽ ഇവർക്ക് ചാനൽസിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഇത് ഇത്രയും പ്രശ്നങ്ങളായിട്ട് പോലും ചിലപ്പോൾ പലരും അറിഞ്ഞോണ്ടോ അറിയാതെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പോലും ഇനി പറഞ്ഞിട്ടാണെങ്കിലും അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവർക്കെതിരെ ഒരു തിരിയാത്തതിന്റെ കാരണം നാളെ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എന്നോട് പലരും പറഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് എന്തിനാണ് സായി ഇവരുടെ വിസിബിലിറ്റി? എന്നോട് ചോദിച്ചതാണ് 2-3 ആൾക്കാർ. സായി, ഇവര് നമുക്ക് റീച്ച് തരുന്നില്ലല്ലോ, നമ്മൾ സെലിബ്രിറ്റീസ് ആവുമ്പോ ഇവരുടെ പേജിൽ ഇടുമ്പോ ഇവർക്കല്ലേ റീച്ച് എന്നാണ് ആര് ചോദിക്കണേ? പലരും ചോദിക്കണേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അൾട്രാ ലെവൽ സെലിബ്രിറ്റീസിന് അതിന്റെ ആവശ്യമില്ല. അവർക്ക് എന്താണ് ഓൾറെഡി. ഇപ്പൊ ഒരു സിനിമ, ഇന്ന് പറഞ്ഞ സിനിമ, അതിലാരാ സെലിബ്രിറ്റി? അനുപമ, സുരേഷ് ഗോപി, പിന്നെ ഒരു പരിധി വരെ നമ്മളെ ബാക്കി ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിച്ച ആളുകൾ കുറച്ച് ഫെമിലിയർ ആണ്, കുറച്ച് ഫെമിലിയർ ആണ്. മാധവ്, സുരേഷ് ഗോപിന്റെ മകനായതുകൊണ്ട്. അല്ലാതെ ആ സിനിമയിൽ എത്ര ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്? അവർക്ക് റെക്കഗ്നീഷൻ കൊടുക്കുന്ന ആരാ? ഈ തിയേറ്ററിൽ വരുന്ന ഈ ഓൺലൈൻ ചാനലുകളാണ്. അപ്പൊ ഒരിക്കലും ഇന്നിപ്പം ചെറിയ ചെറിയ ആർട്ടിസ്റ്റിനെയൊക്കെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയതും സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് പച്ചവെള്ളം പോലെ അറിയാം. അതിന്റെ കാരണം ഈ ഇവിടുത്തെ ഇന്റർവ്യൂസ്, ഇവിടുത്തെ ചാനലുകള്, സോഷ്യൽ മീഡിയ. പിന്നെ കാരണം നമുക്ക് ഇന്ന് അവരൊക്കെ ഫാമിലി അടക്കം അറിയാം, ഫാമിലി നടക്കുന്ന കാര്യങ്ങൾ വരെ അറിയാം ഇവര് ഇന്റർവ്യൂ നടത്തുന്ന കാരണമുണ്ട്. പിന്നെ ഇവിടെ പാപ്പരാസി കൾച്ചർ വളരുന്നുണ്ട്. സാബുമോൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, പാപ്പരാസി കൾച്ചർ കേരളത്തിൽ വളരുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു 5-6 കൊല്ലത്തിനിടയിൽ ഈ കൾച്ചർ വളർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബോളിവുഡിൽ നോക്ക്, വൈറൽ ബയാൻ, എന്തൊക്കെ സാധനങ്ങളുണ്ട്. ബയർ ബയാനി, അങ്ങനെ കുറെ ചാനൽസ് ഉണ്ട്. അവിടേക്ക് എന്ന് പറഞ്ഞാൽ വിളിച്ച് ബുക്ക് ചെയ്യും. മില്യനുള്ള പേജുകളെ ബുക്ക് ചെയ്തിട്ട് എയർപോർട്ടിൽ ഇറങ്ങുന്ന, ജിമ്മിൽ ഇറങ്ങുന്ന സാധനങ്ങൾ എല്ലാം എടുക്കും. ഓക്കെ, പാപ്പരാസി കൾച്ചർ കേരളത്തില് ഇൻഡസ്ട്രിക്ക് വളർന്നിട്ടേ ഉള്ളൂ. ഇതിന്റെ എക്സ്ട്രീം വേർഷൻ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. എന്താ കണ്ടേ? ഡയാന രാജകുമാരിയുടെ മരണം സംഭവിച്ചപ്പോൾ പാപ്പരാസീസ് പിന്നാലെ പോയി ചേസ് ചെയ്തിട്ടാണ് സംഭവിച്ചതെന്നാണ് ഒരു കോൺസ്പിറസി. ഓക്കെ, ഞാൻ പറയുന്നില്ല അത് അങ്ങനെയാന്ന് പറയില്ല, വൺ ഓഫ് ദ കോൺസ്പിറസി. ഈ കൾച്ചർ വളരും, ഇത് ഇന്നവിറ്റബിൾ ആണ്. അതായത് ഇപ്പൊ നമ്മൾ TV കണ്ടു, റേഡിയോ, ടിവിന്ന് എന്തായി സോഷ്യൽ മീഡിയ, മനസ്സിലായോ? ഇനിയിപ്പോ ഈ സോഷ്യൽ മീഡിയ മാറി വേറൊരു സാധനം. ഓക്കെ, ഇത് ഇന്നവിറ്റബിൾ ആണ്. അപ്പൊ ഇതിനെ ചുറ്റിപ്പറ്റി എന്ത് നടക്കും? കുറെ ഇങ്ങനത്തെ വേറെ സെറ്റപ്പുകളൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ സാധനം ഓഡിറ്റ് ചെയ്യാൻ സിനിമ സംഘടനകൾക്ക് പറ്റണം. AMMA പോലത്തെ ഒരു അസോസിയേഷൻ അവരുടെ നടിമാരുടെ ഓക്വേർഡ് പൊസിഷൻ എടുത്തിട്ട് വീഡിയോ ഇടുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ ആറാട്ടെണ്ണനെതിരെ കേസ് കൊടുക്കുക കൂട്ടത്തോടെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവരുടെ ഓക്വേർഡ് ആയിട്ട് ഇവരുടെ ഏറ്റവും എന്താ പറയാ
നല്ല ഡ്രസ്സിന്റെ ഏറ്റവും മോശമായിട്ടുള്ള ക്ലിപ്പുകൾ എടുത്തിടുന്നവർക്കെതിരെ കേസ് കൊടുക്കാൻ അവർക്ക് പാടുണ്ടോ? ആറാട്ടനെ എഴുതിയതിനാണ് പിടിച്ചത്, ഇത് കാണിക്കുന്നതിനൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരാൾക്ക് എന്ത് ഡ്രസ്സ് വേണം ഇട്ടിട്ട് വരാം. ഒരു ആംഗിളിൽ ഒരാൾ എടുക്കുന്നത് കണ്ട ഞാൻ വേറെ കാര്യം, ഈ ഷൂട്ടൊക്കെ നടക്കുന്ന എവിടെയാ? ലുലു മോളില്, വനിതാ തിയേറ്ററില്, CCTV ഉള്ള സ്ഥലങ്ങളിലല്ലേ? ആണോ അല്ലേ? ഒരു കേസ് കൊടുത്താൽ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ എത്ര ആളെ മുഖം കിട്ടും ഇതിനകത്ത്? പിടിക്കാൻ വലിയ പാടുള്ള പരിപാടി ഒന്നുമില്ല. എന്ത് ഒസാമ ബിൻ ലാദനെ മറ്റൊരെന്നല്ലോ പബ്ലിക് പ്ലേസ് ആണ്, ബൗൺസേഴ്സ് ഉണ്ട്, മനസ്സിലായ? അപ്പൊ ഇതെന്താ വിഷയം എന്നറിയോ? ഇവരെ നന്നായിട്ട് ഉപയോഗിക്കും, ഓൺലൈൻ ചാനലുകൾ ഉപയോഗിക്കും. ആവശ്യം കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ മാതിരി ഇവരെ വലിച്ചെറിയും. അലിഗേഷൻസോട് അലിഗേഷൻ. സാബുമോന്റെ പ്രശ്നം ഞാൻ ഇവിടെ എന്താ പറഞ്ഞുതരാം. സാബുമോൻ ഫ്രണ്ടുമായിട്ട് ഒരു കാറിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കുകയാണ്. ആ വീഡിയോ ഫ്രണ്ട് കാഷ്വലി എന്തോ സംസാരിച്ച് കണ്ടില്ല, വീഡിയോ സംസാരിച്ചിട്ട് ഇവർ മാറിപ്പോയപ്പോ ഫ്രണ്ട് പറഞ്ഞു സാബുമോനോട് അവര് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് മൂപ്പർ എന്ത് ചെയ്യുന്നത്, ക്യാമറ എടുത്ത് വരുന്നത്. ഈ സാബുമോൻ കാണിച്ച പരിപാടി ഞാനും കാണിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇവര് വരുന്ന സമയത്ത് നമ്മളും ക്യാമറ തിരിച്ചെടുക്കുമ്പോൾ ഇവര് മുഖം പൊത്തും. അപ്പൊ ഞാൻ പറയും ഞാൻ അതെവിടെ ഇടില്ല, ഇനി ഇട്ടാൽ തന്നെ ഞാൻ പറയും ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തില്ല, ഒരു വിഷയവും വരാൻ പോണില്ല. ഓക്കെ, നമ്മളാരും ഇവർ ഇങ്ങനെ എടുക്കുന്നവര് അങ്ങനെ എടുക്കുന്നവര് എന്ന് പറഞ്ഞിട്ടല്ല ഇവരെ എടുക്കുന്നത്. ഇവരെ നമ്മൾ എന്താ അറിയോ, ഞാൻ പറയട്ടെ, റെസ്പെക്ട് ചെയ്തിട്ടുള്ളൂ. എന്തായാലും എല്ലാ ജോലിക്കും അതിന്റെ റെസ്പെക്ട് ഉണ്ട്. ഒരു ഫോൺ വാങ്ങി കഷ്ടപ്പെട്ട് അതിന് EMI അടച്ച് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്ന് എന്ത് ചെയ്യുന്നത്. എടേ, ഒരു ഷട്ടിൽ അടിക്കുന്ന മാതിരിയാണ് ഇവരെന്ത് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് ഇവരെ വിളിച്ചു. അതിപ്പോ നമുക്ക് തന്നെ അനുഭവമുള്ളല്ലേ. കാരണം ആലോചിച്ചൊക്കെ നമ്മൾ ഇവിടുന്ന് ഞങ്ങൾ അന്ന് ചെന്നൈയിൽ വരുന്ന സമയത്ത് ഇവരൊക്കെ ഇവിടെ എയർപോർട്ടിൽ കാണുന്നുണ്ട്. പിന്നെ മുന്നേ അവര് ചെന്നൈ കഴിഞ്ഞ് നമ്മൾ എറണാകുളത്ത് നിന്നപ്പോ അവിടെ എറണാകുളത്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. അപ്പൊ അന്ന് തന്നെ നമ്മൾ ഷോക്ക് ആയിട്ട് ഇവരൊക്കെ അന്ന് നമ്മൾ ചോദിക്കുകയും ചെയ്തു അവരുടെ എത്രണ്ണാണ്. അവർക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ അവരെ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടണം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താ പറയാ, ആവശ്യമുള്ള സമയത്ത് അവരെ ഉപയോഗിച്ച് പിന്നെ അവരെ ടിഷ്യൂ പേപ്പർ ആക്കി. ഇതേപോലെ ഇപ്പൊ സാബുമോൻ, ഞാൻ പറഞ്ഞല്ലോ സാബുമോൻ ഇത് പറയാൻ ക്രെഡിബിലിറ്റി ഇല്ല എന്ന് പറയാൻ കാരണം സാബുമോൻ അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത് സാബുമോൻ പറഞ്ഞതിനോട് മുൻകാലങ്ങളിലുണ്ട്. സാബുമോൻ പറഞ്ഞത് കേട്ടോട്ടോ. അത് ഇനി രണ്ടാമത്തെ ഉത്തരം തെറ്റാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡിൽ ഇപ്പോൾ 4 ചാനലുണ്ട്. ഇപ്പോൾ 4 ഇപ്പോൾ MET തുടങ്ങിയത് 5 ചാനലുണ്ട്. ഇതിപ്പോൾ ഒന്നാണ്. ഞാൻ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് 3 ചാനലുകൾ. ഇതുമായിട്ട് മത്സരിക്കണമെങ്കിൽ, ഒരു പ്രോഗ്രാം ക്ലിക്ക് ആകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെൻസേഷൻ ഉണ്ടാക്കണം. അതിൻ്റെ ഭാഗമായിട്ട് അത് വെറും ഒരു കച്ചവട തന്ത്രം മാത്രമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറേ പേരെ ഹർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ പേരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, ഹരാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എൻ്റെ പ്രോഗ്രാം സംസാര വിഷയമായിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ക്ലിക്കായി. അതിനുശേഷം ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. ഞങ്ങൾ തമാശ മാത്രമേ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ക്ലിക്കാവാൻ വേണ്ടി, സ്വന്തം പ്രോഗ്രാമിന് ഹൈപ്പ് കിട്ടാൻ വേണ്ടി അന്ത കാലഘട്ടത്തിൽ ആളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഇമോഷൻ വിറ്റിട്ടുണ്ട് ഒളിക്യാമറ വെച്ചിട്ട്. സോ മിസ്റ്റർ സാബുമോൻ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് യോജിക്കാൻ ഒരു കാലത്തും പറ്റില്ല. ബിക്കോസ് നിങ്ങൾക്കിത് പറയാനുള്ള ക്രെഡിബിലിറ്റി ഇല്ല. കാരണം മലയാളികളെ ഈ സാധനം പഠിപ്പിച്ചത് നിങ്ങളാണ്. പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം, നിങ്ങൾ പറയുമ്പോഴാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു ഋതുമന്ത്ര, നമുക്ക് മലയാളികളുടെ കൾച്ചറിൽ നമ്മൾ അങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല. നമ്മുടെ TV കൾച്ചറിൽ അങ്ങനെ അയാൾ ചെയ്താണ്. ഇതിനകത്ത് ഋതുമന്ത്ര പറയുന്നത് കേട്ടോട്ടോ. അത് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് ഇപ്പം നമ്മൾ എല്ലാവരും എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ അതാണ്. നിങ്ങളുടെ വ്യൂവിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ കുറേ സൂമിൻസും ടോപ്പ് ആംഗിളും എടുത്തിട്ട് ആൾക്കാർ ഇങ്ങനെയാണ് എന്ന് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാതെ. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഫിൽറ്ററൊക്കെ ചെയ്ത് നല്ല ഷോർട്സ് ഒക്കെ ഇടണം കേട്ടോ. ഹലോ, അത് നിങ്ങളല്ലേ ഈ കണ്ടന്റ്? അല്ല വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങളിൽ ഒരാളാണല്ലോ വേറൊരാൾ അല്ലേ. അപ്പം നിങ്ങളും കൂടെ കുറച്ചൊന്ന് എന്താ പറയുക, അതൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്യാനായിട്ട് നിങ്ങളും ശ്രദ്ധിക്കുക. വെറും വ്യൂവിന് വേണ്ടിയിട്ട് മാത്രം ആക്കല്ലേ. കാരണം നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം വേറെ ഏതൊരു ഇവൻറ്റിന് പോയപ്പം എനിക്കറിയില്ല നിങ്ങളത് കണ്ടോ, ഫോൺ വിളിച്ചുകൊണ്ട് ഞാൻ നിൽക്കണ ഒരു വീഡിയോ ഭയങ്കരമായിട്ടും ആൾക്കാർ വൈറലാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫോൺ വിളിച്ചതല്ല, പക്ഷെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ നമുക്കൊരു പത്രധർമ്മം ഉണ്ടല്ലോ, എല്ലാത്തിനും നമുക്കൊരു എത്തിക്സ് ഉണ്ടാവണം. ഞാനതങ്ങനെ ഷോ ലൈക്ക് ഇൻ ദ സെൻസ് അവിടെ എൻ്റെ അടുത്തൊരു ഫോട്ടോഗ്രാഫർ പറഞ്ഞു അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്യാം ഫോൺ വിളിക്കണ പോലെ. ഞങ്ങളത് ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ ബിഹൈൻഡ് സീൻസ് എന്തെങ്കിലും വന്നോ? അത് മറ്റേ ഒരു വട്ടമൊക്കെ ഇട്ടിട്ട് ആൾക്കാർ എന്തൊക്കെയോ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കണില്ലല്ലോ.
വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, ആരും ഫോൺ എടുക്കണില്ല. അപ്പം നമുക്കൊരു എത്തിക്സ് ഉണ്ട്. ഞാനും പഠിച്ചത് ജേർണലിസം ആണ്. അപ്പോൾ അതിലാദ്യം പഠിപ്പിക്കണത് നമുക്കൊരു ധർമ്മം ഉണ്ടാവണം, പത്രധർമ്മമുണ്ട്. അത് ആരെങ്കിലും പാലിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ അധികം തോന്നുന്നില്ല. പക്ഷെ കുറേ പേരുണ്ട് കേട്ടോ, കുറേ ചാനലുകൾ നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ ആ പേജ് നോട്ട് ചെയ്യാം, ഇത് റിപ്പോർട്ട് ചെയ്യാം. അല്ല നമ്മളൊന്നും പറയാം, നമുക്കറിയില്ല ആരാ ചെയ്യുന്നത്. കുറെ ആൾക്കാരുണ്ട്, അതറിയാലോ നിങ്ങൾക്ക് ഏതാ പേജ്. നമ്മളറിയുന്നില്ല. ഒരു 100-150 വീഡിയോ ഉണ്ടല്ലോ, ഇതിപ്പോ ആരങ്ങനെ ഇട്ട് നമുക്ക് പറയാൻ പറ്റും. നോട്ട് ചെയ്യാം, അങ്ങനെ കണ്ടെയ്നർ നോട്ട് ചെയ്യാം. വണ്ടിയിൽ പോവാം. ഓക്കെ ശരി, അപ്പം കാണാം. ആ ഒരു വളരെ ക്ലിയർ ആയിട്ട് ഋതുമന്ത്രി ഇത് ഒരു സ്ഥലത്തല്ല കേട്ടോ, കുറെ സ്ഥലത്ത് ഋതു അല്ല അവരവർക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി ചെയ്യേണ്ടവർക്കും ചെയ്യാം, അത്രയല്ല. സാനി അയ്യപ്പൻ കൃത്യമായി പറയാറുണ്ട് എടുക്കരുത്. അങ്ങനെ പറയുന്ന നടിമാരുണ്ട്, മനസ്സിലായോ, നടന്മാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയുന്ന എന്താ പറയുക, ഒരു കാരണം കൂടി ഉണ്ട്. അങ്ങനെ പറയാൻ ഒരു നടനോ നടിക്കോ തയ്യാറാവണം എന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ടാവരുത് വേറെ ഒന്നും. ഇതെന്താ അറിയോ, ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല. ഈ വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലേ വളരെ ഈസിയാണ്. ഇപ്പോൾ ഒരു 150-200 ചാനൽസ് ഇവിടെ ഉള്ളൂ. ഇവരിൽ ആരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ സുഖമാണ്. ഇതേപോലെ ഓക്വേർഡായിട്ടുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കേസ് കൊടുത്താൽ കിട്ടാവുന്നതുമാണ്. അത് ചെയ്യുന്നില്ല. ഒരു നടിയും കേസ് കൊടുക്കുന്നില്ല, ഒരു സിനിമാക്കാരനും കേസ് കൊടുക്കുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല. നമ്പർ 1. നമ്പർ 2, ഈ മീഡിയാസിനിടയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഭയങ്കര വൈറലായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. നിങ്ങൾ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു റെസ്പെക്റ്റും കിട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി തുടങ്ങി. ഓക്കെ, കാരണം ഇന്ന് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളേൻ്റെ പരിപാടീൻ്റെ സമയത്ത് ഗോകുലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗോകുൽ കൊടുക്കുന്ന റിപ്ലൈ എന്താ അറിയോ, പാപ്പരാസീസിനോട് ഞാൻ സംസാരിക്കില്ല, ഞാൻ ടാഗ് ഇട്ട മീഡിയനോട് സംസാരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും കൈരളിയും ഇതിനകത്ത് തിയേറ്ററിനകത്ത് വന്നിരിക്കുകയല്ലേ. ഇപ്പൊ ഈ ചാനൽസിനും ടാഗ് കിട്ടിയിട്ടുണ്ടല്ലോ. അല്ല, ഇവർക്ക് അറിയില്ല, ദേ ആർ നോട്ട് അവയർ. അവരെന്താ സംഗതി അറിയാം. ഇപ്പൊ ഈ സാബുമോന്റെ വീഡിയോ അവര് സാബുമോന്റെ വീഡിയോ കണ്ട ഞാനിവിടെ ഒരു മിസ്ലീഡിങ് സാധനം പടരുന്നുണ്ടാകും മൊത്തം. ഞാൻ പറഞ്ഞല്ലോ, സിനിമാ സംഘടനകൾ, ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു, AMMA ആണെങ്കിലും FEFK ആണെങ്കിലും FIOC ആണെങ്കിലും ട്രേഡ് യൂണിയൻസ് ആണെങ്കിലും, നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഇവർക്കായിട്ട് എന്ത് ചെയ്യുക, ഒരു വേറെ ബോഡി ക്രിയേറ്റ് ചെയ്യുക, എല്ലാവരും ഒരു സിസ്റ്റത്തിന് അടി കൊണ്ടുവരിക, രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, മതി. അവരെ മാത്രം വിളിച്ചാലും കൊടുക്കണമെന്നുണ്ടെങ്കിലും സുഖമാണ്. അല്ലാത്തൊരു ടീമാണല്ലോ കൊടുത്തിട്ടുണ്ടാവുക, അപ്പൊ കണ്ടുപിടിക്കാൻ പറ്റും ഇടയിലുള്ള ആളുകളെ. ഇപ്പൊ ചെയ്താൽ ഭയങ്കര സുഖമാണ്. ഇത് 100-200 ഒരു 1000 പേജ് ആവാൻ ഒരു വർഷം വേണ്ട, ഒരു 6 മാസം മതി. ഒരു ബിഗ് ബോസ് സീസണും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരട്ടിയാവും കൂടെ. അപ്പം അതിന് മുമ്പ് എന്ത് ചെയ്യുക, ഈ കാര്യം ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും ഒക്കെ സാബുമോൻ ഇത് ചെയ്തത് കൊണ്ട് ഈ സംഗതിയോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇനി വേറൊരു കാര്യം പറഞ്ഞില്ല, ഇവിടെ പലരും നടിമാരുടെ ഡ്രസ്സിങ്, സ്ത്രീകളുടെ ഡ്രസ്സിങ് എന്ന് പറയുന്നുണ്ട്. മക്കളെ, ഷോപ്പിൽ ഈ ഡ്രസ്സ് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ ഡ്രസ്സ് അങ്ങനെ ഇടാനാണ്, മനസ്സിലായോ? ചിലപ്പോൾ ക്ലീവേജ് കാണുന്ന ഡ്രസ്സായിരിക്കാം, നേവല് കാണുന്ന ഡ്രസ്സായിരിക്കാം, അവർക്ക് അത് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അവർ ഇടുന്നത്. അവരെ കംഫർട്ടബിൾ അല്ലാതാക്കുന്ന പൊസിഷൻസിൽ ക്യാമറ വരുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, അവർക്ക് പ്രശ്നം വരുന്നത്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ആരും അത് കേസായിട്ട് പോലും പോവാത്തത് എന്താന്ന് എനിക്കറിയാം. കാരണം അവർക്ക് അത് വിസിബിലിറ്റി ഉണ്ട്. എത്രയോ ആൾക്കാർ ഈ ഓൺലൈൻ ചാനലിലൂടെ അറിഞ്ഞ ആൾക്കാരുണ്ട്, എത്രയോ ചെറിയ ചെറിയ ആർട്ടിസ്റ്റ്. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് പൂട്ടി അടച്ചു പോയിട്ടുണ്ടെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ലല്ലോ. ഇത് ഇങ്ങനെയൊക്കെ അതുകൊണ്ടായിരിക്കണം ചിലപ്പോ അങ്ങനെ അവർ നടക്കുന്നതും കാണിക്കുന്നതും. എനിക്ക് അറിയില്ല, അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ടു ബി ഹോണസ്റ്റ്, നമ്മൾ എത്ര മൂടി വെച്ചിട്ടും കാര്യമില്ല, നമ്മൾ പല വീഡിയോസിലും ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതുമാണ്. നമുക്കിനി ഇന്നർ സ്റ്റോറീസ് എത്ര അറിയാം. ഓരോരുത്തർ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവരെ വിളിച്ച് പറയാറുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവര്, സായി ബ്രോ അങ്ങോട്ട് വരാൻ പറയും, ഇങ്ങോട്ട് വരാൻ പറയും, ഇന്ന ഡ്രസ്സ് അട്ടിക്കണെന്ന് പറയും, ഇന്ന ആംഗിൾസ് എടുക്കണം എന്ന് പറയും. അങ്ങനെ പറഞ്ഞവരൊക്കെ ഉണ്ട് ഇവരോട്, മനസ്സിലായോ? പിന്നെ ഇതെന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഉണ്ടാവില്ല എന്ന് പറയും. എല്ലാരും അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ആൾക്കാരെ വിളിക്കുന്നത്. നല്ല വിസിബിലിറ്റി ഇവർക്ക്. ഒരാള് വരുമ്പോ തന്നെ അവരെ കുറിച്ചുള്ള വീഡിയോസ് 10-15 വരും. 10-15 വീഡിയോസ് തന്നെ ഇറങ്ങും ചെയ്യും. ഒക്കെ മില്യനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പാപ്പരാസി കൾച്ചർ എന്നുള്ളത്. ഓക്കെ, അത് ആർക്കും തടയാൻ പറ്റില്ല, അതോടെ എക്സിസ്റ്റിംഗ് ആണ്. അതിനോട് യോജിച്ച് അല്ലെങ്കിൽ അതിനെ നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവന്ന് അതൊരു വേറൊരു ബോഡി ആക്കി മാറ്റുക. അവർക്കൊരു സംഘടനയും കാര്യങ്ങളും ആക്കി അവർക്ക് ടാഗും കാര്യങ്ങളൊക്കെ കൊടുത്ത് സിനിമാ സംഘടനകൾ തന്നെ എന്ത് ചെയ്യുക, അവർ ഹയർ ചെയ്യുക.
ഓക്കെ. ഇപ്പൊ പലരും ഞാൻ പറഞ്ഞ പ്രൊമോഷന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. പലർക്കും പല റേറ്റ്സ് ആണ്. നേരെ മറിച്ച് ഇതൊരു സംഘടന ആയി കഴിഞ്ഞാൽ നാളെ എന്ത് ചെയ്യാം, വിസിബിലിറ്റി റീച്ചിനനുസരിച്ചിട്ട് ഇവർക്ക് പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ ഇവരുടെ ഇടയിലുള്ള ഈ ചാനലുകൾ തന്നെ ഇവരുടെ ഇടയിലുള്ള ഈ വിഷവിത്തുകൾ ഏതാന്ന് കണ്ടുപിടിച്ചു അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഈ ചാനലിൽ അറിയുന്ന ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങളുടെ നെയിം പോണത് എങ്ങനെയാ, നിങ്ങളുടെ ഇടയിൽ തന്നെ മൾട്ടിപ്പിൾ ക്യാമറാസ് കൊണ്ടുവന്ന് ആളെ വിളിച്ചു കൊടുന്ന് മോശമായ ആംഗിൾസ് എടുത്ത് ചിത്രീകരിച്ചിടുന്ന പേജുകളെ ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് കണ്ടിട്ട്. എന്നിട്ട് ആരാന്ന് ചോദിക്കുമ്പോൾ അവര് നമ്മളെ സഹായിക്കാറുണ്ട്. അവർ തപ്പി കണ്ടുപിടിക്കാറുണ്ട്. ഒന്നും വേണ്ട, ഈ അടുത്ത് നമ്മളൊരു ഫ്രണ്ടിന് ഇതേ അവസ്ഥ വന്നപ്പോൾ കൃത്യമായി നമ്മൾ അയച്ചു കൊടുത്ത് ഒരാളെ കണ്ടുപിടിച്ചു വന്നു, നമ്മൾ അയാളെ വിളിച്ചു. ഇതെന്താ പറയാ, ഇതിപ്പോ ഈ നീലക്കുയിൽ എല്ലായിടത്തും നീലക്കുയിൽ നിൽക്കണമെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നീലക്കുയിലായിരിക്കും. നല്ലത് കഴിയുമ്പോഴും എന്നാ നീലക്കുയിലായിരിക്കും എന്ന് ചിലപ്പോൾ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ അത് നീലക്കുയിലിന്റെ വോയിസ് ആണ്. നമുക്കിപ്പോ നീലക്കുയിലിനെ അറിയണോണ്ട് ആളെ വോയിസ് കേൾക്കുമ്പോൾ അതല്ലാന്ന് അറിയാം. പക്ഷെ പലരും പറഞ്ഞു കേട്ടില്ലേ അത് നീലക്കുയിലായിരിക്കും. അത് വേറെ കാര്യമുണ്ട്. ഈ നീലക്കുയിലോ ഇനി എന്ത് കുയിലോ ആയിക്കോട്ടെ, ഇതിലൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്. തിരുവനന്തപുരത്തോ കാസർഗോഡോ ഒരു സാധനം നടന്നാലും കൊച്ചിക്ക് അയച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് നിങ്ങൾ വിചാരിച്ച പോലത്തെ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് അയച്ചു കൊടുക്കുക. ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ തന്നെ ഉണ്ട്. ഇപ്പൊ പറയുന്നില്ലേ മറ്റേ ഇപ്പൊ ഋതുമന്ത്ര പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് ഫിൽറ്റർ ചെയ്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ മറ്റാൾ എന്താ പറഞ്ഞു, അപ്പോഴേക്ക് വേറെ ആളിടുന്നു. കോമ്പറ്റീഷൻ ഉണ്ട് അവരുടെ ഇടയിൽ. അവർക്ക് ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് വ്യൂ കിട്ടി കഴിഞ്ഞാൽ പൈസ കൂടുതൽ. ഞാൻ പറയട്ടെ, സാബുവിനൊരു അഡ്വക്കേറ്റ് അല്ലേ, സാബുവിന് അഡ്വക്കേറ്റ് ആണ്. സാബുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലീഗൽ വശങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറയുമ്പോൾ സാബുമോൻ സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ, നടിമാർ ഇത് അനുഭവിച്ചവരുണ്ട്. ഓക്കെ, അല്ല ഇതിപ്പോ സാബുമോന്റെ ഡ്രസ്സ് നോക്കിയിട്ട് വീഡിയോ എടുത്തതിനല്ല ഇപ്പൊ ഈ സാബുമോൻ ഇളകി പറഞ്ഞിട്ടുണ്ടാവും. അയാളെ കൂടുതലുള്ള ആൾക്കാർക്കാവും. അപ്പൊ അയാൾ ചെയ്യേണ്ടത് ആദ്യം അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കും. അതെ, നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ സാബുമോൻ ചെയ്യേണ്ടത് അതിന് പറ്റുമോ സെക്യൂർ ബൈക്ക് എന്നുള്ളതാണ്. അത് സത്യം, അതാ ചെയ്യണ്ടേ. കാരണം നിങ്ങൾ ചെയ്യേണ്ടത് സത്യത്തിൽ ഇങ്ങനത്തെ അനുഭവിച്ച നടിമാരുണ്ട്, ഇങ്ങനത്തെ വീഡിയോസ് കണ്ട ആൾക്കാരോട് ചോദിക്കുക, നിങ്ങൾ കേസ് കൊടുക്കാൻ റെഡിയാണോ. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര വിപ്ലവമാവും, റെവല്യൂഷൻ ആവോ. ആരും അങ്ങനെ ചെയ്തിട്ടില്ല, അത് കൊടുത്താൽ ശരിയാവും. നിങ്ങളത് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. ഞാൻ എന്താ എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഒരു ചാനലിനെ കുറിച്ച് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ആ ചാനലിലെല്ലാരും ഒരു കൂട്ടായി നിന്നിട്ട് ഞങ്ങൾ ഇനി ആ പരിപാടിക്ക് വരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറിക്കാൻ പറ്റില്ല. അവര് പോവില്ലേ, വർക്കാണ് വരുന്നത്. നാളെ ഇവരെ ഒരു വർക്കിനും വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ തന്നെ 4 ക്യാമറയും വെച്ചിട്ട് 4 പേജും തുടങ്ങി ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലായോ, അങ്ങനെ ചെയ്യില്ല. ഇവരൊരു സാധനം മാസമായി ബങ്ക് ചെയ്യില്ല. ഇപ്പൊ അടുത്ത് ആക്ടർ സിദ്ദിഖിന്റെ മകൻ മരിച്ച സമയത്ത് ഓൺലൈൻ മീഡിയാസ് പോയി വീഡിയോ എടുത്തതിന് ശേഷം മരണ വീട്ടുകളിൽ എന്തുണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും. കാരണം അന്നത് കേസായി, പ്രശ്നങ്ങളായി. എനിക്ക് തോന്നുന്നു നീലക്കുയിൽ അടക്കമുള്ള ആൾക്കാരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാ വിട്ടുള്ളൂ. അതിന് ശേഷം അങ്ങനത്തെ കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻ വന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ, സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിയമപരമായിട്ട് കൊടുക്കാമല്ലോ. എത്രയോ സാറ്റലൈറ്റ് ചാനലില് ഓരോ സമയത്ത് മറ്റേ കണ്ണീര് വരുന്ന സാധനമൊക്കെ സൂം ചെയ്യുന്ന സാധനം കിട്ടിയിട്ടുണ്ട്. മറ്റേ കരച്ചിലുള്ളത് എടുക്കണുണ്ട്. എത്ര കാലായി പറയാൻ തുടങ്ങി. അതൊക്കെ കറക്റ്റ് ആയി മുന്നേ ചെയ്യണ്ടല്ലോ. അവരുടെ പ്രൈവസി ആരും നോക്കണില്ലല്ലോ ശരിക്കും. അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എത്രയോ കാലങ്ങളായിട്ട് മരിച്ച വീട്ടിൽ ചെന്നിട്ട് അച്ഛനും അമ്മയും ഇല്ലാതെ പോണ കുട്ടികളുടെ അടുത്തൊക്കെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു നോക്കുന്നത്, ആ കുട്ടികൾക്ക് അപ്പൊ പറയാൻ പറ്റാണ്ട് എനിക്ക് നിങ്ങളെ ചെപ്പക്കുറ്റിക്ക് നോക്കി തരാൻ തോന്നുന്നു പറയാനുള്ള മാനസികാവസ്ഥ. അത് മാത്രല്ല, ഈ ഓൺലൈൻ ചാനലുകളോട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇവർക്ക് മീഡിയ കാർഡ് കൊടുത്ത ചാനലുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇടുമ്പോ ക്യാപ്ഷൻ, ആ ക്യാപ്ഷനിലൂടെ ഒരു സൈബർ അറ്റാക്ക് ആർക്ക് കിട്ടുന്നുണ്ട്, ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറയാം, സപ്പോസ് ഏതെങ്കിലും ഒരു XYZ നടി ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വന്നു, അപ്പൊ അതിനിടയിലുള്ള കമന്റ് എന്താ പറയുക, പിന്നെടാ ഞങ്ങളെ വീട്ടിലെ കൂട്ടത്തോടെ കൂടിയാണല്ലോ കാർ ഓടിക്കുക, അതെ കൈകൊണ്ട് കാർ ഓടിച്ചു വന്നു, അല്ല ഞങ്ങളൊക്കെ കാലുകൊണ്ടാണ് കാർ ഓടിച്ചത്, ഒറ്റക്കാലുകൊണ്ട് ഷൂസ് ലേസ് കിട്ടുക, അങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ട്. അത് നിങ്ങളുടെ ടൈറ്റിൽ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. അലിൻജോസ് പെരേരന്റെ അലിൻജോസ് പെരേര, അപ്പോ ഇതിന്റെ കൂട്ടം അങ്ങനെ ക്യാപ്ഷൻ അലിൻജോസ് പെരേര ഫിക്സ് ചെയ്തിരിക്കുക. അതെന്താ പറയാ, ചില ടൈറ്റിലുകളിൽ നിന്ന് എന്ത് പോവും, ഹെയ്റ്റ് പോവും അതിനകത്തുള്ള ആളുകൾക്ക്. അപ്പൊ അത് ചില സമയത്ത് എന്താ പറയാ, ചിലർക്ക് ഹേർട്ട് ആവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിഷയമുള്ള കാര്യമൊന്നുമല്ല. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അത് ഹേർട്ട് ആവും, ഭയങ്കര സങ്കടവും. കാരണം എന്താ അറിയോ, അവര് ചിലപ്പോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നും വേണ്ടപ്പോ ധ്യാൻ ശ്രീനിവാസൻ മുണ്ട് മടക്കി കുത്തി നടന്നു, എന്തായിരിക്കും ക്യാപ്ഷൻ, അടിയിൽ കമന്റ് ഇല്ല ഞാൻ മുണ്ടൂരി തലയിൽ കിട്ടിട്ട് പിന്നെ ഇതൊക്കെ. അപ്പൊ കാണുന്ന ആൾക്കാര് ടൈറ്റിൽ വായിക്കാണ്, എന്താണ് കൊടുക്കുകയാണ് സംഗതി പറയുന്നത്. വേറെ കാര്യം, ഇങ്ങനെ ക്യാപ്ഷൻ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല. കാരണം അല്ലാത്തവര് തന്നെ ഉണ്ട് പറയാ, നല്ല ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കമന്റ് ഇടുന്നവരുണ്ട്. ആ ഒരു വ്യക്തിനെ ആ വ്യക്തിനെ പേഴ്സണലായിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരും അതിനെ കുറിച്ച് കമന്റ് ചെയ്യും. അപ്പൊ ആ ഒരു ക്യാപ്ഷൻ മാത്രമല്ല, നല്ല രീതിയിലുണ്ട്.
അപ്പോൾ ഓക്കെ ഗൈസ്, എന്താണെങ്കിലും ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓക്കെ, 3 പേർക്കും അല്ലെ ഒരേ അഭിപ്രായം അല്ല ഒന്നുള്ളൂ. ഞാൻ പിന്നെ കുറച്ചൊക്കെ അവരെ അതിന്റെ വീഡിയോ വ്യത്യാസമൊക്കെ എടുക്കുമ്പോ അവർക്ക് പേഴ്സണലി അവരുടെ പക്ഷെ നമുക്ക് എല്ലാവർക്കും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അഭിപ്രായം ഉള്ളത് ഞങ്ങൾക്ക് ഒരു അഭിപ്രായം സ്ട്രോങ് ആയിട്ടുള്ളത്, സാബുമോൻ ഇത് ചെയ്ത് സാബുമോൻ ഇത് ചെയ്യുമ്പോ അത് മാസാണെന്ന് പറയുന്നവരോട് സാബുമോൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് മാസാണ്. അന്ന് ഹിറ്റായ പരിപാടി ആയിരുന്നു തെലുങ്കില്. അത് അത്രയും മറ്റേ 3-4 ചാനലുള്ള സമയത്ത് മലയാളികൾക്ക് ആർക്കും അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് എപ്പോഴും കാണാൻ ക്യൂരിയോസിറ്റി ഉള്ള കാര്യം എന്താ, അതെ വേറുള്ളൊരു ലൈഫ് വേറുള്ളവരുടെ എന്ത് നടക്കണം എന്നുള്ളതാണ് ക്യൂരിയോസിറ്റി. അപ്പോൾ ഒരാള് പെട്ടെന്ന് പോയി ഒരാളെ പറ്റിക്കുമ്പോ എന്താ പല റിയാക്ഷൻ തരിക, ആളുകൾ ആ ക്യൂരിയോസിറ്റി കൃത്യമായിട്ട് അന്ന് ബിസിനസ് ചെയ്യാൻ പറ്റി. ആ ബിസിനസ് ചെയ്തത് ഒരാളുടെ ഇമോഷൻ ഹേർട്ട് ചെയ്തിട്ടാന്നുള്ളത് സമ്മതിച്ചും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ വന്നിട്ട് സത്യത്തിൽ നിങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കാം അല്ലേ, ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ അവരാണെങ്കിൽ കുറെ പേര് ഇങ്ങനെ ഓടി പോവാണ്, അവർക്ക് മുഖം കാണിക്കാൻ പറ്റാതെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടൊക്കെയാവും ചിലപ്പോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം അല്ലേ.